അതെ, എല്ലാവരും എന്നാ പറയുന്നത്? ഇന്ന് എനിക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ നമുക്ക് ദേവൂട്ടീനെ സ്കൂളിൽ വിടാം. ഉണ്ണിച്ച നല്ല ഉറക്കമാണ് കേട്ടോ. ദേവൂട്ടീനെ കൂടെ നിന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. ഒരു പുഷ് വേണം. എല്ലാം തന്നെ ചെയ്തോളും കേട്ടോ. നമ്മൾ പറയണം, ദേവമോളെ ഷൂട്ടില്ല, ദേവമോളെ സാക്സ് ഇട്ടില്ല, പക്ഷേ എല്ലാം ചെയ്തോളും കേട്ടോ. പിന്നെ ഈ വാരി കൊടുക്കുന്നുണ്ടല്ലോ, അത് ഈ അമ്മയായാലും അച്ഛമ്മയായാലും അങ്ങനെയാണല്ലോ. ഇച്ചിരി ഒരു ഗ്രാൻഡ് പേരൻസിന് ഓവർ കെയറിങ് ഇല്ലേ, അതാണ് കേട്ടോ. അങ്ങനെ ദേവക്കുട്ടൻ റെഡിയായി രാവിലെ പോകാനായിട്ട് ഇറങ്ങി. രാവിലെ 7:30 ആകാറാകുമ്പോഴാണ് കേട്ടോ ബസ് വരുന്നത്. ഇപ്പോഴൊക്കെ എന്തെല്ലാം അഡ്വാൻസ്ഡ് ടെക്നോളജിയാണല്ലേ. വാട്സപ്പിൽ ഇങ്ങനെ വരും, എവിടായി, എന്തായി, ഇനി എത്ര സമയം എടുക്കും വരാൻ എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ എത്താറാകുമ്പോഴത്തേന് മെസ്സേജ് വരുന്ന നോക്കി അങ്ങ് ഇറങ്ങും. താഴോട്ട് ചെല്ലുമ്പോഴോ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞാൻ യൂഷ്വലി ദേവക്കുട്ടൻ്റെ കൂടെ പോകാറില്ല. ഈ വർഷം തൊട്ട് ദേവമോൾ പറഞ്ഞു, അമ്മ ഞാൻ തന്നെ പൊയ്ക്കോളാമെന്ന്. അങ്ങനെ ഇന്ന് വെറുതെ അമ്മയും കൂടെ വരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനോർത്ത് വീഡിയോയും കൂടി എടുക്കാം. അങ്ങനെ ഞാൻ ദേവമോളുടെ കൂടെ പോയതാണ്. തിരിച്ചു വന്നപ്പോഴോ ഉണ്ണിച്ചൻ എഴുന്നേറ്റിട്ടുണ്ട്. അമ്മമ്മ കുളിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കുക. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേന് ലേറ്റായി. അതുകൊണ്ട് നേരെ അമ്മമ്മ കിച്ചണിൽ കയറി ഫുഡെല്ലാം റെഡിയാക്കി കേട്ടോ. അതെ, ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തേ, നമ്മുടെ പീഡിയാഷ്യൂർ തീർന്നിരിക്കുക. ഉണ്ണിച്ചനെ ക്ലാസ് തുടങ്ങിയില്ലായിരുന്നേ, അല്ലെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉണ്ണിച്ചനെ റെഡിയാക്കി ഉണ്ണിച്ചന് പോകാനുള്ള സമയമാവും. ഉണ്ണിച്ചൻ്റെ വണ്ടി അപ്പോഴാണ് വരാറ്. എൻ്റെ ക്ലാസ് തുറക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി എന്നാൽ പീഡിയാഷ്യൂർ മേടിക്കാനായിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ദേ ഉണ്ണി പറയുന്നത് ലിപ്സ്റ്റിക് ഇടാതെ പോകണ്ട അമ്മ എന്നും പറഞ്ഞു എന്നെ പിടിച്ചു ചേർത്ത് ലിപ്സ്റ്റിക്ക് പിടിപ്പിച്ചു. എന്തിനും റെഡിയെന്നും പറഞ്ഞ് ദേ അമ്മമ്മ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അമ്മമ്മയാണെങ്കിലോ മോച്ചേന് ഫോൺ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എല്ലാം നടന്നു. ഉണ്ണിക്കുട്ടൻ എപ്പോഴും മുടി ചെയ്യുമ്പോൾ പറയും, അമ്മ എനിക്ക് വേനെടുക്കുന്നു, അമ്മ എനിക്ക് വേനെടുക്കുന്നു. ഒന്ന് മൈൻഡ് ഡൈവേർട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മോണിക്കയുടെ പാട്ടും പാടിയിട്ടാണേ മുടി അങ്ങ് ചെയ്യിക്കൊടുത്തത്. ഞങ്ങൾ രണ്ടാളും കൂടെ പോകാനായിട്ട് ഇറങ്ങി. ദേവക്കുട്ടിക്ക് സങ്കടമാവും ഞങ്ങൾ പോകാൻ അവളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കത് മാനേജ് ചെയ്യണമല്ലോ. എന്തെങ്കിലും ഒരു കൈമണി അടിക്കാനുള്ള വകുപ്പായിട്ടേ ഞങ്ങൾ തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെ സ്ഥിരം പരിപാടിയൊക്കെ നടത്തി ഞാനും ഉണ്ണിക്കുട്ടനും അവിടെ നിന്ന് ഇറങ്ങി. അധിക സമയവും നമുക്ക് കളയാനായിട്ടില്ല. കാരണം എനിക്ക് ആഫ്റ്റർനൂണിന് പോകണം. ദേവി ചേച്ചി അതിനു മുമ്പ് വരും. എല്ലാ പരിപാടിയും നമുക്കിതിനിടയ്ക്ക് സെറ്റ് ആക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. രാവിലെ ചപ്പാത്തിയും കടലക്കറിയും കഴിച്ചിട്ടാണേ പോയത്. അപ്പോൾ ഓൾറെഡി നമുക്ക് കടലക്കറി ഇരിപ്പുണ്ട്, പിന്നെ മീനും ഉണ്ട്. അപ്പോൾ ഉച്ചക്കത്തേനുള്ള വലിയ വകുപ്പിനുള്ള പരിപാടികളൊന്നുമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞ് ദേവമോളും വരും ഒരു 1 o'clock കഴിയുമ്പം. അങ്ങനെ ദേവും എത്തി. ഞാൻ ഉച്ചക്കത്തെ ഫുഡും ഒക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ഉണ്ണിക്കുട്ടൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇത്. ഒന്നെങ്കിൽ സൈക്കിളിലോ അല്ലെങ്കിൽ ആ സ്കൂട്ടറിലോ എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ അങ്ങറ്റം വരും. ആഫ്റ്റർനൂണിനും നൈറ്റിലും സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത്. മോർണിംഗിലേ ആളങ്ങ് എഴുന്നേക്കത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അറിയുന്നില്ല ഞാൻ പോകുന്ന കാര്യം. അങ്ങനെ എന്നോട് ഓരോന്ന് പറയുന്ന അത് കൊണ്ടുവരണം ഇത് കൊണ്ടുവരണമെന്ന്. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ, ഞാൻ ഡ്യൂട്ടിക്ക് പോട്ടെ.